Which of the following statement is true about type 1 semiconductors? അതില് ഓപ്ഷൻ എ എന്ന് പറയുന്നത് exhibit complete Mason effect. They have a gradual transition from superconducting state. They allow ഓപ്ഷൻ എ. അതെ, ഓപ്ഷൻ എ ആണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടൈപ്പ് 2-നും ഉണ്ട്. നമ്മൾ പറഞ്ഞു ഒരു കംപ്ലീറ്റ് മേസൺ എഫക്റ്റ് കാണിക്കുന്നത് ടൈപ്പ് 1 ആയിരിക്കാം, പക്ഷെ ടൈപ്പ് 2-നും ഉണ്ട്. അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ ടൈപ്പ് 1-ഉം ടൈപ്പ് 2-ഉം വരുവാണെങ്കിൽ രണ്ടും ഉണ്ട് ആൻസർ കേട്ടോ. അത് ഓർത്തോണം. ഇതിനകത്ത് ഓപ്ഷൻ എ ആണ്. മേസൺ എഫക്ട് പ്രൂവ്സ് ദാറ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ, അത് പറയാം എന്താണ്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ്, പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് ആണ്. Then type 2 semiconductors are characterized by a single critical magnetic field, complete expulsion of magnetic flux. ഓപ്ഷൻ സി ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഡിവൈഡ് ചെയ്താണ് 1, 2, 3 അങ്ങനെ 3 സ്റ്റേറ്റ് ഉണ്ട്. അതിനകത്ത് 2 ക്രിട്ടിക്കൽ ഫീൽഡുകളുണ്ട്. അതെല്ലാം ടൈപ്പ് 2-ന്റെ ഫീൽഡ്സ് ആണ്. എക്സാമ്പിൾ ഓഫ് ടൈപ്പ് 2 സെമികണ്ടക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാമോ? ഓപ്ഷൻ ബി ആണ്. നിയോബിയം, ഇത് ഹൈ ടെമ്പറേച്ചറിലുള്ള YbCO, അത് ഒക്കെ ടൈപ്പ് 2-ൽ വരുന്നതാണ്. ടിന്ന്, ലെഡ്, മെർക്കുറി, സിങ്ക് ഇതെല്ലാം നമ്മുടെ ടൈപ്പ് 1-ലും വരുന്നതാണ്. മറ്റേ കോമ്പൗണ്ട്സ് ആയിട്ടൊക്കെ വരുന്നതാണ്. നിയോബിയം ഇതൊക്കെ പറയുന്നത് കോമ്പൗണ്ട്സ് ആണ്, അപ്പൊ അത് ടൈപ്പ് 2-ൽ വരുന്നതാണ്. മേസൺ എഫക്റ്റിന്റെ ഡെഫിനിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുന്നതാണ്. ഇൻ മേസൺ എഫക്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സെമി കണ്ടക്ടർ ഈസ് എങ്ങനെയായിരിക്കും? അതെ അതെ, സീറോ ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ആണ്, ഇൻസൈഡ് ദ സെമി കണ്ടക്ടർ ഇറ്റ് ഈസ് സീറോ. സൂപ്പർ കണ്ടക്ടേഴ്സ് അല്ലേ സാർ? ഏതാണ്? സൂപ്പർ കണ്ടക്ടർ തന്നെ, ഇൻസൈഡ് സൂപ്പർ. ഈ സൂപ്പർ കണ്ടക്ടറിനകത്താണ് മേസൺ എഫക്ട് കാണിക്കുന്നത്. അപ്പൊ അത് ഇൻസൈഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ഇൻസൈഡ് സൂപ്പർ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി സീറോ. അക്കോർഡിംഗ് ടു BC's തിയറി കൂപ്പർ പെയർസ് ആർ എന്താണ്? ഓപ്ഷൻ ബി, ഇലക്ട്രോൺ ഫോണോൺ കപ്പിൾഡ് പെയർസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഇലക്ട്രോൺ ലാറ്റിസ്, ഇലക്ട്രോൺ ഇന്ററാക്ഷൻ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഇലക്ട്രോൺ ഫോണോൺ കപ്പിൾഡ് പെയർസ് ആണ്, അതിനെയാണ് കൂപ്പർ പെയർസ് എന്ന് പറയുന്നത്. The BC's theory explains superconductivity as arising from option B. Option B, phonon mediated attraction between the electrons. അപ്പൊ ഇത് ഈസി ആയിട്ട് അതിന്റെ തിയറി അറിയാമെങ്കിൽ എഴുതാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. BC's തിയറി ഒക്കെ എളുപ്പം ഡയറക്റ്റ് കിട്ടുന്ന ചോദ്യങ്ങളാണ്. മിക്സഡ് സ്റ്റേറ്റ് ഏതാണ്? മിക്സഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടത്, അതെ, വോർട്ടെക്സ് സ്റ്റേറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ്, വോർട്ടെക്സ് സ്റ്റേറ്റ് ആണ്. അപ്പൊ അവിടെ രണ്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ്. എന്തുകൊണ്ടാണ് ടൈപ്പ് 2 സെമി കണ്ടക്ടേഴ്സ് ആർ പ്രിഫേർഡ് ഫോർ ഓപ്ഷൻ എ ആപ്ലിക്കേഷൻസ്? അതുകൊണ്ട് certain ആപ്ലിക്കേഷൻസ് നമുക്കത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻസിന് അതൊന്നും ഇന്ന സെമി കണ്ടക്ടേഴ്സ് ആണ്, സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അത് ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കുക. Which of the following is true about critical temperature of superconductors? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? നമ്മളെ HC പോലെ തന്നെ ഒക്കെ തന്നെയാണ് അതും. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഏതിനായിരിക്കും കൂടുതൽ അല്ലെങ്കിൽ കുറവ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ക്രിട്ടിക്കൽ എ ആണ്. It is lower for type 1 superconductors compared to type 2. So option A ആണ് ആൻസർ. Then the critical temperature of a superconductor depends on ഇത്
ഇത് നമുക്ക് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓപ്ഷൻ ഡി ആണ് എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ദ കോപ്പർ പെയർസ് ആൻഡ് ദ ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ കോപ്പർ പെയർസ് ദെൻ ഫോൺ ഓൺ ഫ്രീക്വൻസി. എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ദ കോപ്പർ പെയർസ് ദെൻ ഫോൺ ഓൺ ഫ്രീക്വൻസി, രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ആണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ തിയറിയും കൂടി ആഡ് ചെയ്ത് തരാം. ദ എനർജി ഗ്യാപ്പ് ഇൻ BCS തിയറി റെഫേഴ്സ് ടു എനർജി ഗ്യാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ എനർജി റിക്വയർഡ് ടു ബ്രേക്ക് കൂപ്പർ പെയർസ്, ബ്രേക്ക് കൂപ്പർ പെയർസ്. അതുപോലെ തന്നെ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ സൂപ്പർ കണ്ടക്ടിങ് ആൻഡ് നോർമൽ സ്റ്റേറ്റ്, അതിനെയും നമുക്ക് ഇങ്ങനെ എനർജി ഗ്യാപ്പ്. അപ്പൊ രണ്ട് ഓപ്ഷൻസും കറക്റ്റ് ആണ്. അത് രണ്ടും അതിന്റെ ഡെഫിനിഷൻസ് ആണ്, എനർജി ഗ്യാപ്പിന്റെ ഡെഫിനിഷൻസ് ആണ്. സോ ബോത്ത് ബി ആൻഡ് സി ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. കൂപ്പർ പെയർസ് ഹാവ് ഓൾറെഡി ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടീസ് എന്താണ്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ്. അതിന്റെ നെറ്റ് മൊമെന്റം 0 ആയിരിക്കും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സ്പിൻ ഡയറക്ഷൻസും ആയിരിക്കും. അപ്പം എ ആൻഡ് സി ആണ്. എ ആൻഡ് സി. According to BCS theory, energy gap is maximum at സൂപ്പർ കണ്ടക്ടിങ് നേച്ചർ ലോ ടെമ്പറേച്ചറിലാണ്. അല്ല, ലോ ടെമ്പറേച്ചർ നിയർ അബ്സല്യൂട്ട് 0 ആണ് എനർജി ഗ്യാപ്പ് മാക്സിമം ആയിട്ടുള്ളത്. ക്രിട്ടിക്കൽ ഫീൽഡ് ഓഫ് എ സൂപ്പർ കണ്ടക്ടർ റിലേഷൻ പറഞ്ഞതായിട്ട് തോന്നുന്നു. ഓപ്ഷൻ എ ആണ്. ഇറ്റ് വിൽ ഇൻക്രീസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ ഫീൽഡ് വിൽ ഇൻക്രീസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. നമ്മൾ റിലേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എച്ചും ടിയും തമ്മിലുള്ള റിലേഷൻ H0 × 1 - T / T² എന്ന് പറഞ്ഞ റിലേഷൻ പറഞ്ഞിരുന്നു. എനിക്ക് സെയിം ക്വസ്റ്റ്യൻ ആണ് അവിടെയും പറഞ്ഞിട്ടുണ്ടായിട്ട് തോന്നുന്നു. സോ അതിന്റെ ആൻസർ ഇതാണ്, ഓപ്ഷൻ എ ആണ്. ദ ക്രിട്ടിക്കൽ ഫീൽഡ് ഓഫ് സൂപ്പർ കണ്ടക്ടർ വിൽ ഇൻക്രീസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. നിങ്ങൾ ലാസ്റ്റ് സ്ലൈഡ് റെഫർ ചെയ്താൽ മതി. അതിനകത്ത് ഞാൻ റിലേഷൻ കൊടുത്തിട്ടുണ്ട്. എച്ചും H0 ടിയും ഒക്കെ വെച്ചിട്ടുള്ള ടിയും T0 വെച്ചിട്ടുള്ള റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത്. ഇറ്റ് വിൽ ഇൻക്രീസ് വിത്ത് ഡിക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇൻ സൂപ്പർ കണ്ടക്ടേഴ്സ് പെനിട്രേഷൻ ഡെപ്ത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെനിട്രേഷൻ ഡെപ്ത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ്. ഡിസ്റ്റൻസ് ദ മാഗ്നറ്റിക് ഫീൽഡ് പെനിട്രേറ്റ്സ് ബിഫോർ ബീയിങ് കംപ്ലീറ്റ്ലി എക്സ്പെൽഡ് is the maximum distance the magnetic field penetrates before being completely expelled. അതാണ് നമ്മുടെ penetration depth ന്റെ definition. Then which of the following statement is true about the energy gap in semiconductors? അത് അറിയാലോ, നേരത്തെ പറഞ്ഞാണ്. it is known as എന്താണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ്. it is the ഓപ്ഷൻ ബി ആണ്. the energy needed to break a copper pair. Next, high temperature superconductors generally exhibit ഏതാണ്? അറിയാലോ, നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ. ടൈപ്പ് 2 നേച്ചർ ആണ്. ടൈപ്പ് 2 നേച്ചർ ആണ്. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. Then the critical current density കഴിഞ്ഞ ദിവസം ഡിഫൈൻ ചെയ്തതാണ്. ക്രിട്ടിക്കൽ കറന്റ് ഡെൻസിറ്റി എന്നുള്ള പാരാമീറ്റർ നമ്മൾ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡും ഡിഫൈൻ ചെയ്തതിന്റെ കൂട്ടത്തിൽ ക്രിട്ടിക്കൽ ഐയും ജെയും തമ്മിൽ റിലേഷൻ പറഞ്ഞതാണ്. അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയുണ്ട്. ഞങ്ങളുടെ I = J/A, അത് വെച്ചിട്ട് J = I × A കറന്റ് ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ പറഞ്ഞു. maximum current density the material can carry without losing the superconductivity. അപ്പൊ അതാണ് ഡെഫിനിഷൻ. നമ്മൾ J വെച്ചിട്ട് പറഞ്ഞില്ലേ, I/A. So it is a maximum current density the material can carry without losing the superconductivity ആണ്. Then what is the typical range of critical temperature for conventional superconductors? അത് പറയാമോ?
What is the typical range? അറിയാതെ ഓപ്ഷൻ എ ആണ്. നമ്മൾ പറഞ്ഞില്ലേ 4.2 ഒക്കെ മെർക്കുറിയുടെ ഒക്കെ ഒരു ടേബിൾ ഒക്കെ പഠിച്ചതാണ്. അപ്പം 0 to 30 കെൽവിൻ ആണ് അതിന്റെ റേഞ്ച് കേട്ടോ. മെർക്കുറിയുടെ ഒക്കെ നോക്കി വെക്കുക 4.2K. Then which of the following phenomenon is the evidence of quantum mechanical nature of superconductivity? അത് നമ്മൾ ബാക്കി ഇതൊന്നും മെയ്സ്നർ എഫക്റ്റ് ആണ് കേട്ടോ. ആ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ നേച്ചർ നിങ്ങൾ ബേസിസ് തിയറി ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു ഇതാണ്, മെയ്സ്നർ എഫക്റ്റ്. The superconducting state of a material is destroyed by. Option D. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്, ക്രിട്ടിക്കൽ കറണ്ട് ഡെൻസിറ്റി ഇതെല്ലാം എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ക്രിട്ടിക്കൽ എന്ന് വിളിക്കുന്നത്. സോ അതെല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ പറഞ്ഞേക്കുവാണ് അത് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ കണ്ടക്ടിങ് നേച്ചർ നഷ്ടപ്പെടും. Then, in the context of superconductors, the term perfect diamagnetism. Option B. Option B. It is perfect zero magnetic field within the semiconductor. So within the superconductor, നമ്മുടെ മേസൺ എഫക്റ്റ് പറയുന്നത് അത് വെച്ചിട്ടാണ് ഡയമagnetism പറയുന്നത്. നേരത്തെ പറഞ്ഞില്ലേ മാഗ്ലവ്. What principle is used in the application of superconductors for magnetic levitation? അതും ഇത് തന്നെയാണ്. എന്താണ് പെർഫെക്റ്റ് ഡയമagnetism? ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇതിൽ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ അല്ലെങ്കിൽ മാഗ്ലവ് എന്ന് പറയുന്നത്. ഹൈ ടെമ്പറേച്ചറിലുള്ള സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ആപ്ലിക്കേഷൻ ആണ്. സോ അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഡയമagnetism ഡ്യൂ ടു ദ മേസൺ എഫക്ട്. അതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോ നമ്മള് മേസൺ എഫക്റ്റും അല്ലെങ്കിൽ പെർഫെക്റ്റ് ഡയമagnetism ഒക്കെ എന്താണെന്ന് പറയാം. ഇന്റീരിയറിൽ 0 ആയിരിക്കും. They will expel all magnetic field from their interior, creating a perfect diamagnetism. സോ അതാണ് സൂപ്പർ കണ്ടക്ടറിന്റെ ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്, മാഗ്നറ്റിക് ലെവിറ്റേഷൻ ഉപയോഗിക്കുന്നത്. സൂപ്പർ കണ്ടക്ടേഴ്സ് അതിനൊരു എക്സാമ്പിൾ ട്രെയിൻ ആണ് കേട്ടോ. ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രെയിൻസ് ഒക്കെ ഉണ്ട്. സോ സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഹൈ സ്പീഡ് മാഗ്ലവ് ട്രെയിൻസ് ബിക്കോസ് ദേ. Option B. It provides strong magnetic field with the minimum energy loss. So അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് high speed magnetic levitation trains. They will generate a strong magnetic field and with the minimum energy loss. What is the main advantage of superconductors for power transmission? Option B. Zero energy loss due to electrical resistance. So there are no energy losses due to resistance. കാരണം റെസിസ്റ്റൻസ് വാല്യൂ കുറവായിരിക്കും, അതുപോലെ തന്നെ എഫിഷ്യൻസി കൂടുതലായിരിക്കും, നമ്മൾ കറണ്ട് ക്യാരിങ് കേപ്പബിലിറ്റി കൂടുതലായിരിക്കും. അതെല്ലാം പറഞ്ഞാണ്. അതൊക്കെയാണ് അതിന് അഡ്വാൻറ്റേജ്. സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ MRI മെഷീൻസ്. ഇതും ആപ്ലിക്കേഷന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് കിട്ടും. ഞാൻ കുറെ ആപ്ലിക്കേഷൻസ് പറഞ്ഞു. അതുപോലെ MRI മെഷീൻ. എന്താണ് ആൻസർ? Option B. Option B. It generates strong stable magnetic field with low energy consumption.